Okay, so once again, welcome everyone. So നമ്മുടെ അടുത്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത് സോഫാർ നമ്മൾ പ്രസന്റ് ടെൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാവരും ഏറെക്കുറെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 4 പ്രസന്റ് ടെൻസിന്റെ മക്കള് നമ്മൾ പരിചയപ്പെട്ടു. ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 മക്കളുടെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു, പലതവണയായിട്ട് പറഞ്ഞു. ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് മനസ്സിലായി ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൽ ഏറ്റവും പാടുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ എല്ലാവരും കരുതിയിരുന്ന ഒരു സംഭവമാണ് കാലങ്ങൾ അല്ലെങ്കിൽ ടെൻസസ്. പക്ഷെ അതിൽ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് ഇത്രയും എളുപ്പമാണെങ്കിൽ ഇതിനേക്കാളും എളുപ്പമാണ് ഇനി അങ്ങോട്ടുള്ള ടെൻസുകൾ, ഇനി മീതെ ഉണ്ടാവുന്ന ടെൻസുകൾ. അപ്പൊ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് കല്യാണ വീട്ടിലെയാണ് രംഗം. ആൾറെഡി ടെൻസ് എന്ന് പറയുന്ന ആളുടെ മൂത്ത മകൻ അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ 4 മക്കളെ ആൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. അടുത്ത മോൻ എന്ന് പറയുന്നത് പുള്ളി ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്, പുള്ളിയുടെ ഊഴവും കാത്ത്. അടുത്ത ആളെന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അദ്ദേഹത്തിനും 4 മക്കളുണ്ട്. ഓക്കെ, അപ്പം പാസ്റ്റ് എന്ന് പറയുന്ന ഇത് നമുക്ക് മലയാളത്തിൽ എന്ന പോലെ തന്നെ നമുക്കറിയാം ഭൂതം എന്നാണ് പറയുന്നത്. ഭൂതം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഭൂതം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിൽ 4 പേരുണ്ട്. അദ്ദേഹത്തിന്റെ ജോലികൾ അദ്ദേഹത്തിന് സഹായിക്കുന്നതിന് വേണ്ടി 4 പേര്. ഓക്കെ, അപ്പം അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമുക്ക് കഥയിലോട്ട് പോവാം. നമുക്ക് നോക്കണം, ഇനി നമുക്ക് അടുത്ത ആളെയൊക്കെ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ 4 മക്കളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആരാണെന്ന് ചോദിച്ചു. നമ്മൾ എങ്ങനെ പരിചയപ്പെടുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ അദ്ദേഹത്തിന് ചോദിക്കും, മേ നോ യുവർ നെയിം ഓർ എന്നൊക്കെ രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനോട് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കും. ഹായ്, ഹു ആർ യു, ഓർ മേ നോ യുവർ നെയിം, ക്യാൻ യു പ്ലീസ് ലെറ്റ് മീ നോ ഫ്രം വെയർ യു ആർ എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത്, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുകയാണ്. ഹലോ, ഹൗ ആർ യു, വാട്ട് ഇസ് യുവർ നെയിം എന്ന് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയാണ്, മൈ നെയിം ഈസ് പാസ്റ്റ്. ഓക്കെ, ആൻഡ് ഐ ആം ഡീലിംഗ് വിത്ത് ഓൾ ദ ആക്ഷൻസ് ഇൻ പാസ്റ്റ്. I have 4 kids. I am from England to attend this marriage function. പുള്ളി അങ്ങോട്ട് കാര്യങ്ങൾ ഓരോന്നായിട്ട് അങ്ങ് പറയുകയാണ്. ഓക്കെ, ആൻഡ് I will introduce you to my sons. I have 4 kids. The eldest one is name is Simple. പ്രസന്റ് ടെൻസിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ആളുടെ പേരും സിമ്പിൾ എന്നാണ്. പക്ഷെ സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് വരും, നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേരും കൂടി ചേർത്താണ് പറയുന്നത്. സിമ്പിൾ, ഫാദറിന്റെ പേര് മാത്രമല്ല അദ്ദേഹത്തിന്റെ അപ്പുവിന്റെ പേരും കൂടി ചേർത്താണ് അദ്ദേഹം പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ റോൾസ് വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ ഒരു കാലത്ത് നടന്ന ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ ഫാദറിനെ സഹായിക്കുന്നത്, കഴിഞ്ഞൊരു സമയത്ത് നടന്നൊരു കാര്യം പറയുന്നതിന് വേണ്ടി. അപ്പൊ അതെങ്ങനെ പറയും എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, കഴിഞ്ഞ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിളാണ്. നമ്മൾ വേർബ്സിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചു. V1, V2 ആൻഡ് V3 ഫോം ഓഫ് ദി വേർബ്സ്. അതിൽ V2 എന്ന് പറയുന്ന ഫോമാണ് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കൂടുതൽ പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം V2 ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 എക്സാമ്പിൾ, നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് ഓൾറെഡി പരിചയപ്പെട്ടു. അപ്പം അതുപോലെ തന്നെ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. അപ്പോൾ രാവിലെ നടന്നൊരു കാര്യമാണ്. അവൾ എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിഞ്ഞ സംഭവമാണ്, രാവിലെയാണ് നടന്നത്. അപ്പം ഈറ്റിന്റെ V2 ഫോം ആയിട്ടുള്ള 8 ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാ ഫോംസും നിങ്ങൾക്ക് അറിയാം പറയാൻ. എങ്ങനെ പറയും? ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ആളുടെ പറയാം, ഹി ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അവൾ കഴിച്ചുവെങ്കിൽ അവനും കഴിച്ചു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, അല്ലേ? ഇവർ രണ്ടുപേരും കഴിച്ചെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ പറയും? ദേ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, വി ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്,
പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഏതാണ്? യു ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാം ഏറ്റ് തന്നെയാണ്, ഇവിടെ വേറെ പ്രത്യേകിച്ച് വലിയ പറ്റും. അതാണ് പറഞ്ഞത് വളരെ എളുപ്പമാണെന്ന് പറയാൻ കാര്യം ഇതാണ്. എല്ലാം V2 ഫോം ചേർത്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് അങ്ങ് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് അറിയാമെങ്കിൽ ബാക്കിയുള്ള ഫോംസ് ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം, അല്ലേ? നമ്മൾ ആൾറെഡി പഠിച്ചു, ഒന്ന് ഈ സംഭവം അറിയാമെങ്കിൽ മറ്റുള്ള ഫോംസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ അത് അടുത്തതിലോട്ട് പോകുമ്പോൾ അടുത്ത അതിനെ എങ്ങനെ കഴിച്ചില്ല എന്ന് പറയും. അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തും ഒരു ചെറിയൊരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം എളുപ്പമാണ്. കാരണം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ പഠിച്ച 2 ഓക്സിലറി വേർബ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡൂവും ഡസും. പക്ഷെ ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഇവനും സിമ്പിൾ ആണ്. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിഡ് എന്ന് പറയുന്ന സംഭവം എടുത്ത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം ക്ലിയർ. അപ്പൊ നെഗറ്റീവ് ഫോംസ് പറയുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഡിഡിനെ എടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കും. ഡിഡിനെ എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഡിഡ് എന്ന് പറയുന്ന സാധനം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന്റെ V2 ഫോം പറയില്ല, പിന്നെ ഇവന്റെ V1 ഫോമേ പറയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഷീ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതിനെ നമ്മൾ നെഗറ്റീവ് ഫോമിൽ പറയുമ്പോൾ അതിനെ ഡിഡ് എടുത്ത് പുറത്ത് വെച്ചു. ഷീ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഏറ്റ് അല്ല, കാരണം ഡിഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഡിഡ് ചേരുമ്പോഴാണ് ഇവൻ ആ ഒരു V2 ഫോമിൽ ഇരിക്കുന്നത്. ഡിഡ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവന്റെ V2 ഫോം പോയി, പിന്നെ ഇവന് V1 ഫോമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഏറ്റ് പറയത്തില്ല, നമ്മൾ V1 ഫോമേ പറയത്തുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങളത് പറയുമ്പോൾ എന്ത് പറയണം? ഷീ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. അവൾ കഴിച്ചില്ല. അവൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള 6 പേര് നമുക്ക് പറയാം. എങ്ങനെ? ഹി ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ദേ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, വി ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, യു ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നെഗറ്റീവ് ഫോം ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അതിനോടൊരു യെസ് അല്ലെങ്കിൽ നോ ചേർത്തിട്ട് ഇതങ്ങ് പറയാം. ഇതും ചേർത്തങ്ങ് പറയുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയി. യെസ്, ഹി ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. അവൻ കഴിച്ചിരുന്നു. ഇനി അവൻ കഴിച്ചില്ല എന്ന് എങ്ങനെ പറയും? നോ, ഹി ഡിഡ് നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. അവൻ കഴിച്ചില്ല എന്ന് പറയും. അപ്പൊ 2 സെന്റൻസ് ഇവിടെ ആയി കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ടുള്ള എങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും? വളരെ എളുപ്പമാണ്. ആ ഡിഡ് എടുത്ത് അറ്റത്തിട്ടാൽ മതി, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെ പറയും? ഡിഡ് ഷീ, എന്താണ്? ഡിഡ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. ശരിയല്ലേ? അതേപോലെ ഡിഡ് ഹി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? ഡിഡ് ദേ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? ഡിഡ് വി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? ഡിഡ് ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? നീ കഴിച്ചിരുന്നുവോ എന്ന് ചോദിക്കുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും മനസ്സിലായി. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, യെസ് ഓർ നോ. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനെ നെഗറ്റീവ് ഫോമിലും ചോദിക്കാം. എങ്ങനെ ചോദിക്കും? ഡിഡ് ഹി നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? അതിനെ നമ്മൾ കോൺട്രാക്ഷൻ ഫോമിൽ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? ഡിഡിൻ ഹി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഡിഡിൻ ഹി ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM? അവൻ കഴിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന രീതിയാണ്. മറ്റുള്ള 6 ഫോം നിങ്ങൾക്ക് ഉണ്ടാക്കാം, വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതും വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ അടുത്ത് എന്താണ്? WH ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമാണ്. ഈ ഡിഡിന്റെ ഫ്രണ്ടിൽ നമ്മൾ വേണ്ട WH ഫോംസ് അങ്ങ് ആഡ് ചെയ്യാം. വെൻ ഡിഡ് ഹി ഈറ്റ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്? വൈ ഡിഡ് ഹി ഈറ്റ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്? വൈ ഡിഡ് ഷീ ഈറ്റ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്? വൈ ഡിഡ് ദേ ഈറ്റ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പം ആ ഒരു ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് അതനുസരിച്ച് മാറ്റിക്കൊള്ളണം. ദേ എന്ന് പറയുമ്പോൾ ദെയർ, ബി എന്ന് പറയുമ്പോൾ അവർ, ആ രീതിയിൽ വരും. നമ്മൾ നമ്മളുടെ, അല്ലെ, അവർ അവരുടെ എന്നുള്ളത് ഒരു ഇതും കൂടെ അവിടെ ഇട്ടുകൊള്ളണം. അത് അണ്ടർസ്റ്റുഡ് ആണ്. നിങ്ങൾക്കത് ആൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് മാറ്റേണ്ട കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് WH ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. ഇനി WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി അതിനകത്ത് നെഗറ്റീവ് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഡിഡ് വെച്ച് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ നെഗറ്റീവ് ഫോമിൽ ഇട്ടാൽ മതി. വൈ ഡിഡ് ദേ നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതി ചോദിക്കാം, അല്ലെങ്കിൽ വൈ ഡിഡിൻ ദേ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നും ചോദിക്കാം. കോൺട്രാക്ഷൻ നമ്മൾ പറയുമ്പോൾ കോൺട്രാക്ഷൻ ഫോമിലാണ് പറയുന്നത്. എഴുതുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമെങ്കിലും പറയുമ്പോൾ നമ്മൾ കോൺട്രാക്ഷൻ ഫോം, ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ ഡിഡിൻറ്റ് എന്ന് പറയും. മനസ്സിലായോ? വളരെ എളുപ്പമായി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആകുമ്പോൾ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്
കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു വെർബിന്റെയും V2 ഫോം അറിഞ്ഞിരിക്കണം. പിന്നെ ഡിഡ് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ V2 ഫോം ഇടാൻ പാടില്ല. നിങ്ങൾ എന്തേ ഇടാൻ പാടുള്ളൂ? V1 ഫോമേ ഇടാൻ പാടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്ന ഈ മകൻ ചെയ്യുന്ന ജോലി വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ ഒത്തിരി ഇതായിട്ടൊക്കെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇതൊന്നും പറയാൻ പറ്റാതെ വരുന്നത്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ചെയ്യുന്ന ജോലി, അതായത് അദ്ദേഹത്തിന്റെ അച്ഛനെ സഹായിക്കുന്ന രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ തന്നെ രണ്ടാമത്തെ മകനും അവിടെ വരികയാണ്, പാസ്റ്റ് ടെൻസിന്റെ. ഉടനെ പാസ്റ്റ് ടെൻസ് ഫാദർ അദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഹേയ്, ലുക്ക് ഹിയർ, ദിസ് ഈസ് മൈ സെക്കൻഡ് കിഡ്. ഹിസ് നെയിം ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അവന്റെ പേര് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. പ്രസന്റൻസിൽ അതേ പേര് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഇവരെ ആരും ഒറ്റയ്ക്കല്ല പറയുന്നത്. ഇവരെല്ലാവരും പറയുമ്പോൾ വളരെ സ്നേഹമാണ്. അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും പേരൊക്കെ ചേർത്താണ് അവരുടെ പേര് പറയുന്നത്. അപ്പൊ നമുക്കത് ഓർമ്മയിരിക്കും. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നതാണ്. അദ്ദേഹം തൊട്ടു മുമ്പേ നടന്നൊരു കാര്യം പറയുന്ന, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, V2 ഫോം ചേർത്ത് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. ഉടനെ മനസ്സിൽ വരികയാണ്. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആങ്കറിങ് എന്ന് പറയുന്നത്. ആങ്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ കപ്പലൊക്കെ നങ്കൂരം എന്ന് പറയും. നമ്മളിങ്ങനെ അനങ്ങാതിരിക്കാൻ വേണ്ടി ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പൊ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലത് വരണം. എങ്കിൽ മാത്രമേ നമുക്കത് വളരെ എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. സോ അടുത്ത മോന്റെ പേരെന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്താ ചെയ്യുന്നത്? പ്രസന്റ് ടെൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിന്യൂസ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ മുമ്പേ, അതായത് തൊട്ട് മുന്നേ അല്ലെങ്കിൽ പാസ്റ്റിൽ എപ്പോഴോ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം പറയുകയാണ്. പാസ്റ്റിൽ എപ്പോഴും നടന്നുകൊണ്ടിരുന്ന എങ്ങനെയാണ്? അവൻ വന്നപ്പോൾ അവൾ ഓടിക്കൊണ്ടിരുന്നു. അതായത് ആ സമയത്ത് അദ്ദേഹം പാചകം ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് ഇവർ ഇത് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ജോലി യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി വരുന്നത് ആ ഏരിയയിൽ മാത്രമാണ്. അപ്പൊ അത് വളരെ എളുപ്പമാണ്. ING ഫോം നമുക്കറിയാം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തുള്ള ഒരു ING ഫോം ഉണ്ടെന്ന്. പിന്നെ ഇദ്ദേഹത്തിന് കൂടെ യൂസ് ചെയ്യാനായിട്ട് ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. അത് ഹീയും ഷീയും, സിംഗുലറിലെ ഹീയും ഷീയും എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ ആണെങ്കിൽ വാസ് എന്നും, ബാക്കിയുള്ള പ്ലൂറൽ ഫോംസിന്റെ കൂടെയും ഐൻ്റെയും യുവിൻ്റെ കൂടെയും വേറൊന്നും യൂസ് ചെയ്യും. ഹി വാസ് റണ്ണിങ് when I visited her home. He was running. ഞാൻ വീട് വിസിറ്റ് ചെയ്ത സമയത്ത് അവൻ ഓടിക്കൊണ്ടിരുന്നു. ഓക്കെ. പിന്നെ നമുക്ക് പറയാം, വേറെ എക്സാമ്പിൾസ് എന്ന് പറയാം. ഷീ വാസ് കുക്കിംഗ് ഡിന്നർ when I arrived. അതായത് ഞാൻ എത്തിയപ്പോൾ അവൾ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് ആക്ഷൻ. അപ്പം പാസ്റ്റിലാണ്. അതാണ് നമ്മൾ അടുത്തല്ല പിന്നെ ഈ അറൈവ്ഡ്, തൊട്ട് മുമ്പല്ല. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് ആക്ഷൻ തന്നെയാണ്. പക്ഷെ തൊട്ടു മുമ്പേ നടന്ന് നമ്മുടെ തൊട്ടു മുമ്പേ, അതായത് ഇപ്പോഴത്തെ തൊട്ടു മുമ്പേ അത് കംപ്ലീറ്റ് ചെയ്ത ആക്ഷനാണ് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ പാസ്റ്റ് തൊട്ടു മുമ്പേ അല്ല അത് സംഭവിച്ചിരിക്കുന്നത്. അത് മുമ്പ് എപ്പോഴും നടന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പറയുമ്പോഴാണ് ഈ പാസ്റ്റ് ടെൻസിന്റെ ഫോംസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റും തമ്മിൽ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ വരും. സാർ ഇത് അതും പാസ്റ്റ് ടെൻസ് അല്ലേ എന്ന് ചോദിക്കും. രണ്ട് പാസ്റ്റ് ടെൻസ് ആണെങ്കിലും പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയുടെ തൊട്ടും, അത് ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് അതിന് നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതായത് ഞാൻ ഈ മീറ്റിങ്ങിൽ വരുന്നതിന് മുമ്പേ അത് കംപ്ലീറ്റ് ചെയ്തു ഹോംവർക്ക്. I have completed my homework before this meeting. ഈ മീറ്റിംഗ് തൊട്ടു മുമ്പേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പാസ്റ്റ് അങ്ങനെയല്ല, ഞാൻ തൊട്ടു മുമ്പേ അല്ല കംപ്ലീറ്റ് ചെയ്തത്. I ate breakfast 7 AM in the morning. രാവിലെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴത്തെ തൊട്ടുമ്പത്തെ ആക്ഷൻ അല്ല അവിടെ പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് വളരെ എളുപ്പമാണ്. എന്താണ് പറഞ്ഞത്? ഒരു ING ഫോം ഉണ്ടാവും, വെർബിന്റെ കൂടെ ഒരു ING ഫോം കൊടുക്കണം. അതോടൊപ്പം തന്നെ രണ്ട് ഓക്സിലറി സംഭവങ്ങൾ. ഏതൊക്കെ? വാസും വേറും. വാസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയാണ് ഹി ഷീ എന്ന് പറയുന്ന സിംഗുലറിന്റെ തേർഡ് പേഴ്സന്റെ കൂടെ വാസും, മറ്റുള്ളതിന്റെ കൂടെ എല്ലാം അത് I you we they എന്നുള്ളതിന്റെ കൂടെ വേറും യൂസ് ചെയ്യും. പിന്നെ ബാക്കി വളരെ എളുപ്പമാണ്. നിങ്ങളിപ്പോൾ ആൾറെഡി പഠിച്ച അതേ രീതി തന്നെയാണ് ബാക്കിയും ചെയ്യേണ്ടത്. എന്ത് ചെയ്യും?
എങ്ങനെ ചെയ്യും? He was cooking when I arrived. ഞാൻ വന്നപ്പോൾ അവൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. They were cooking when I arrived. ഞാൻ വന്നപ്പോൾ അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She was cooking when I arrived. ഞാൻ എത്തിയപ്പോൾ എന്ത് ചെയ്തു? പാചകം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. മനസ്സിലായോ? You were cooking when I arrived. ഞാൻ നീ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? അപ്പം ഇതുപോലെ നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ, ഒരു ചെറിയൊരു ഇതുണ്ട്. ഞാൻ പറഞ്ഞ ഹീം ഷീയും മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഐയും വരും കേട്ടോ. ഐന്റെ കൂടെയും വാസാണ്. ഹി, ഷീ, ഹി ആൻഡ് ഐ വാസ്. ഐ വേറെന്ന് പറയില്ല. പ്ലൂറൽ ഫോംസിന്റെ കൂടെ മാത്രമേ വേറെ വരുള്ളൂ. ഇപ്പം യു എന്ന് പറയുന്നത് ഒരു പ്ലൂറലായിട്ട് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ വേറെ വരുന്നത്. പക്ഷെ ഐന്റെ കൂടെയും ഹീന്റെ കൂടെയും ഷീന്റെ കൂടെയും വാസ് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം അതും കൂടെ ഓർത്തുള്ളൂ. ഐ വാസ് ആണ്, ഐ വേറല്ല. അപ്പം ഐ വാസ് കുക്കിംഗ് വെൻ ഹി അറൈവ്ഡ്. അവൻ വന്നപ്പോൾ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആ ഒരു ഫോം അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ ഫോംസും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പമാണ്. ഏതൊക്കെയാണ്? ഐ, ഹി, ഷീ, അതായത് ഫസ്റ്റ് പേഴ്സണും പിന്നെ ഹി, ഷീ എന്നിവയുടെ കൂടെ നമ്മൾ വാസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള ഇതിന്റെ കൂടെയൊക്കെ നമുക്ക് വാസ് കൊടുക്കാം. പക്ഷെ യു മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. യു നമുക്ക് ഇവിടെ പറയുമ്പോൾ വേർ ആണ് ഉപയോഗിക്കുന്നത്. യു വേർ, യു വാസ് എന്ന് പറയില്ല, യു വേർ റണ്ണിങ് അറ്റ് ദാറ്റ് ടൈം. കാരണം യു എന്ന് പറയുന്നത് ഒരു സിംഗുലർ എന്നും പ്ലൂറൽ എന്നും രണ്ടിലും പറയാം. നീ എന്ന് പറയാം, നിങ്ങളെന്നും പറയാം യു എന്ന് പറയുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് യുവിനെ നമ്മൾ എന്താ വേർന്ന് കൊടുക്കും. പക്ഷെ ഐ എന്ന് പറയുന്ന സംഭവം ഇവിടെ നമുക്ക് വരുമ്പോൾ നമ്മളിവിടെ വാസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ വളരെ എളുപ്പമാണ്. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കും? ആ വാസ് എടുത്ത് ആദ്യം ഇടുക. വാസ് ഐ റണ്ണിങ് വെൻ ഹി അറൈവ്ഡ്? അവൻ വന്നപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യം. അതേപോലെ വാസ് ഷീ റണ്ണിങ് വെൻ ഹി അറൈവ്ഡ്? അവൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നോ ഞാൻ വന്നപ്പോൾ എന്നുള്ള രീതിയിൽ. ഇനി ഇത് തന്നെ നമുക്ക് നെഗറ്റീവ് ഫോമിൽ ചോദിക്കാം. വാസ് ഇൻ ഹി റണ്ണിങ് വെൻ ഹി അറൈവ്ഡ്? ഞാൻ വന്നപ്പോൾ അവൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമുക്ക് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? WH ക്വസ്റ്റ്യൻസ്. വൈ വാസ് ഹി റണ്ണിങ് വെൻ ഹി അറൈവ്ഡ്? ഞാൻ വന്നപ്പോൾ അവൻ എന്തിനാണ് ഓടിക്കൊണ്ടിരുന്നത്? ഹൗ വാസ് ഹി റണ്ണിങ് വെൻ ഹി അറൈവ്ഡ്? ഞാൻ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അവൻ ഓടിക്കൊണ്ടിരുന്നത്? അപ്പൊ ഇങ്ങനെ നമുക്ക് WH ചേർത്തും ഈ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അടുത്ത ഒരു സെറ്റ് ഓഫ് ആക്ഷൻസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ഈ 2 മക്കളുടെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 മക്കളെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആൾറെഡി ഒരു 6 ഫോംസ് നമുക്കറിയാം. സിംഗുലറിൽ 4ഉം പ്ലൂറലിൽ 2ഉം. ഏതൊക്കെയാണ്? ഐ, യു, ഹി ആൻഡ് ഷീ സിംഗുലറിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ദേ, വി എന്ന് പറയുന്ന പ്ലൂറൽ ഫോമിൽ. പക്ഷെ അതേ സംഭവം തന്നെ വെച്ചുകൊണ്ടുള്ള 6 ഫോംസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ഏതൊക്കെ ഡിഫറെൻറ്റ് ഇത് പറഞ്ഞു. അതിൻ്റെ നെഗറ്റീവിൽ എങ്ങനെ പറയും? നോട്ട് ചേർത്തിട്ട് പറയുന്ന ഒരു രീതിയാണ് നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഓക്സിലറി വെർബിനെ എടുത്ത് അറ്റത്ത് വയ്ക്കുക, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, സംഭവം ഫിനിഷ്. അത് തന്നെ ഇവിടുത്തെ കേസിൽ അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോംസ് വേറെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോട്ട് ചേർത്ത് പറയുക, പിന്നെ ഒരു കോൺട്രാക്ഷനിൽ ഇത് ചേർത്ത് വെച്ച് പറയുക. ഇപ്പം വാസ് നോട്ട് എന്ന് പറയുമ്പോൾ വാസിൻ ഹി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. വെറിൻ ദേ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കാം ഒരു ചേർത്ത് പറയുമ്പോൾ. നോർമലി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. പറയുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന ചേർത്ത് പറയുന്നത്. എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് തന്നെയാണ് കഴിവതും എഴുതുന്നത്.
ഒരിക്കലും നമ്മൾ ചേർത്ത് വെച്ച് അങ്ങനെ പറയാറില്ല. ഓക്കെ, പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമുക്ക് അങ്ങ് പറയാം. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, തൽക്കാലം എൻ്റെ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്, എന്നിട്ട് നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം.